മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. PM ശ്രീയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തുടർന്ന അതേ എതിർപ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI തുടരുന്നുണ്ടായിരുന്നു. ആ നിലപാട് അല്പം കൂടി കടുപ്പിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലും CPI മന്ത്രിമാർ ഇന്ന് ഈ നിലപാട് അറിയിച്ചു. കാവ്യവൽക്കരണത്തിന് കൂട്ടുനിൽക്കാനാകില്ല എന്നതാണ് CPI ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കാൻ നേരത്തെ തന്നെ യോഗം ചേർന്ന് തീരുമാനം എടുത്തിരുന്നു. മന്ത്രിസഭാ യോഗത്തിലോ LDFിലോ ചർച്ച ചെയ്യാതെ ഫണ്ട് മാത്രം ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പാക്കുന്നത് ഇടത് നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്നതാണ് CPI മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയായ രീതിയല്ല എന്ന കാര്യവും CPI ചൂണ്ടിക്കാട്ടി എന്നതാണ് വരുന്ന വിവരം. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വീട്ടിലാണ് പാർട്ടി മന്ത്രിമാരുടെ യോഗം ചേർന്നിരുന്നത്. ഇങ്ങനെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊള്ളേണ്ടുന്ന നിലപാട് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തുകയും ആയിരുന്നു. ഇത് രണ്ടാം വട്ടമാണ് CPI മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പുന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ PM ശ്രീ പദ്ധതിയുമായി സഹകരിക്കാൻ CPM തീരുമാനം എടുത്തിരുന്നതാണ്. CPMന്റെ അനുമതിയോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം തീരുമാനിക്കുകയും അന്നത്തെ വകുപ്പ് സെക്രട്ടറി കേന്ദ്രത്തെ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിശക്തമായ പ്രതിഷേധം CPI യോഗത്തിൽ ഉയർത്തുന്നു. അങ്ങനെ ആ തീരുമാനം അവിടെ വെച്ച് മരവിപ്പിക്കപ്പെടുകയായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ശക്തമായ വിയോജിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് CPI ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും വരുത്തിയിരിക്കുന്നു, അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും നവീകരണ പദ്ധതികൾ നടപ്പാക്കുക എന്നതൊക്കെയാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അതാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് PM ശ്രീ. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി കുട്ടികളുടെ സമഗ്ര വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, ഒപ്പം അവരുടെ പല വിധത്തിലുള്ള ശേഷികൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് ലൈബ്രറി ഗ്രാന്റ്, സ്പോർട്സ് ഗ്രാന്റ്, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾ, ബാലവാടിക ഉൾപ്പെടെ ശിശു സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസവും ഉറപ്പാക്കാനുള്ള നടപടികളൊക്കെ PM ശ്രീ വിഭാവനം ചെയ്യുന്നതാണ്. സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങളൊക്കെയും പഠനത്തിന് ഈ പദ്ധതി പ്രകാരം ഒരുക്കും. ഇടവേളകളിൽ കുട്ടികൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാനും കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീക്കാനും കഴിയും. കുട്ടികളെ തൊഴിൽ ചെയ്യാൻ കൂടി പ്രാപ്തരാക്കുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസവും വ്യാവസായിക മനുഷ്യശേഷി ആവശ്യകത തുടങ്ങിയവയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ. അപ്പോൾ ഇതിൽ കേരളവും ബംഗാളും ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ, ഈ 3 സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ഇതിൽ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളം PM ശ്രീയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ട് കേരളത്തിനുണ്ടാകുന്നത് വലിയ നഷ്ടമാണ്. 3 വർഷമായി തുടരുന്ന എതിർപ്പ് കേരളത്തിനുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പദ്ധതിയിൽ ചേർന്നാൽ പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. ഇതാണ് കേരളത്തെ പിന്നോട്ടടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം.
പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എതിർപ്പിന് മുഖ്യ കാരണവും ഇതാണ്. ഇതിലൂടെ ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഇവരെ പിന്നോട്ട് വലിക്കുന്ന എതിർപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം. PM ശ്രീ സ്കൂൾ എന്ന ബോർഡ് ഓരോ സ്കൂളുകൾക്ക് മുന്നിലും വെക്കേണ്ടി വരും. ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് അങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും ഇത്തരം നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇത്തരത്തിലുള്ള ബ്രാൻഡിംഗ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഭാഗമാകുന്നതിനെതിരെയുള്ള എതിർപ്പ് പല പദ്ധതികളുമായി ബന്ധപ്പെട്ടും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ പദ്ധതിയിൽ ഒപ്പിടാത്തതിൻ്റെ പേരിൽ കേന്ദ്രം വെട്ടിക്കുറയ്ക്കുകയാണ്. വിദ്യാഭ്യാസ പദ്ധതികളുടെ ഫണ്ട് വിഹിതം അനുവദിക്കാതെ കേന്ദ്രം കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ കേരളത്തിന് ഏതാണ്ട് 1186 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അത് 2023-24 280 കോടി, ഒപ്പം തന്നെ അതിനുശേഷം കഴിഞ്ഞ അധ്യയന വർഷത്തിലെ 513 കോടി, ഈ അധ്യയന വർഷത്തിൻ്റെ ആദ്യ ഘട്ടത്തിലെ പണം, ഇതൊക്കെയും കേരളത്തിന് ഈ പദ്ധതിയുടെ ഭാഗമാകാതെ നഷ്ടപ്പെടുന്ന പണമാണ്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉപയോഗിക്കേണ്ടുന്ന പണമാണ്. ആ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുത്തേണ്ടുന്ന പണമാണ്. അപ്പോൾ ഈ ഫണ്ട് നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന ഈ സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടും മറ്റ് പദ്ധതികൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കേരളത്തെ പ്രേരിപ്പിക്കുന്ന ഘടകം, അതിൽ ഭാഗമാകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഈ ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ച് സംജാതമായിരിക്കുന്നു. പക്ഷേ ഇത് കാവ്യവൽക്കരണത്തിനുള്ള ശ്രമമാണെന്നും ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുമ്പോൾ അത് കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കലാകുമെന്നും ഫണ്ട് മാത്രം വാങ്ങി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CPI ഇപ്പോൾ എതിർപ്പ് ശക്തമാക്കിയിരിക്കുന്നത്. അതാണ് ഈ ഒരു ഭിന്നിപ്പിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ എതിർപ്പിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CPI ആവർത്തിച്ച് പറയുകയാണ്. ബിനോയ് വിശ്വം അത് ഇന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിന് അനുകൂലിച്ച് രംഗത്ത് വരുമ്പോൾ MA ബേബിയുടെ വാക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം ഇന്ന് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല, ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. PMC എന്ന് പറയുന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് RSSന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള കുറുക്ക് വഴിയാണ് NEP. അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ എതിർക്കുന്നത്. ഞാൻ CPI-Mന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ബേബിയുടെ പ്രസ്താവന ഞാൻ കേട്ടു. സഖാവ് ബേബി ഖണ്ഡിതമായി പറഞ്ഞു NEP നടപ്പിലാക്കുന്ന പ്രശ്നമില്ല എന്ന്. ആ നിലപാടിന് CPI പിന്താങ്ങുന്നു. ഇന്നലെ MP ഗോവിന്ദനെ എനിക്ക് ചോദിച്ചപ്പോൾ എന്ത് CPI എന്ന് ചോദിച്ചു. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഒരു പുച്ഛവും പരിഹാസം പറയുന്നത് ഉചിതമാണോ? ഗോവിന്ദ മാഷിനെ ചോദിക്കാൻ വഴിയില്ല. അല്ല, അങ്ങനെ TV-യിൽ വന്നല്ലോ. ചോദിക്കാൻ വഴിയില്ല, ഞാൻ കേട്ടില്ല, കണ്ടില്ല. ചോദിക്കാൻ വഴിയില്ല. ചോദിച്ചാൽ എന്താണ് CPIയുടെ മറുപടി എന്നുള്ളത്? ചോദിച്ചാൽ അത് പൂർണ്ണമായും ഒരു അരാഷ്ട്രീയ ചോദ്യമാണ്. അപ്പോൾ ഇത് കാവ്യവൽക്കരണത്തിലേക്കുള്ള വഴിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ എതിർപ്പ് CPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ CPM BJP ബന്ധത്തിന് ഉദാഹരണമായൊക്കെ കോൺഗ്രസിലെ പലരും ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടുന്ന പണം എന്നത് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ നികുതി പണമാണ്. അത് കെട്ടുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു കാര്യം പറയുന്നു. അതിലൂടെ RSS വൽക്കരണം സാധ്യമാകില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നിരുന്നത്. ഒപ്പം തന്നെ CPM-നും CPI-ക്കും ഇടയിലുള്ള ഒരു ഭിന്നത മുതലെടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതൊരു തരത്തിൽ CPI-യെ ക്ഷണിക്കുന്നു. ഇങ്ങനെ ഇതൊക്കെ സഹിച്ച് എന്തിനവിടെ തുടരണം എന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടായത്. ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട്. അതായത് BJP-യുടെ ഒരു രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയിൽ ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. പക്ഷേ
CPM BJP ഡീലിന്റെ ഭാഗമാണ് ഇതെന്ന വിമർശനമാണ് KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സിലബസിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന കാര്യം കൂടി KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP CPM ഡീലിൻ്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. കോൺഗ്രസ് നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റായ ധാരണയാണ്. കർണാടകത്തിൽ 2021 നടപ്പാക്കുക. അന്നേരം കോൺഗ്രസ് ഗവൺമെൻറ് അല്ല, BJP ഗവൺമെൻറ്റുള്ള കാലത്താണ്. തെലങ്കാനയിലും BJP ഗവൺമെൻറ്. പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമാണ്, ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസിലും അതുപോലെ കരിക്കുലത്തിലും സംഘപരിവാർ അജണ്ട വെച്ച് നിർത്തുന്ന ഒരു നടപടിയെയും കോൺഗ്രസ് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി, കോൺഗ്രസ് ഗവൺമെൻറ് സഹകരിച്ച് മുന്നോട്ട് പോയില്ല എന്ന് വ്യക്തമാണ്. നടപ്പിലാക്കിയത് BJP ഗവൺമെൻറ്. അപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സമസ്ത കൂടി രംഗത്ത് വരുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാണ് വലിയ വിമർശനമുള്ളത്. ഈ സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള ഈ തിടുക്കം ആപത്കരം എന്നതാണ് സുപ്രഭാതത്തിൽ പറയുന്നത്. മാത്രവുമല്ല, സാമൂഹിക അന്തരീക്ഷം മലീമസമാക്കും, അത് മതേതരത്വത്തിന് ഭീഷണി ഉയർത്തും തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല, മറ്റു വകുപ്പുകളിൽ കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് പോലെയല്ല വിദ്യാഭ്യാസ വകുപ്പിൽ ഈ ഫണ്ട് വാങ്ങുകയാണ് എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് സമസ്ത നൽകുന്ന മുന്നറിയിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അത് സുപ്രഭാതത്തിലൂടെയാണ്, മുഖപത്രമായ സുപ്രഭാതത്തിലൂടെയാണ് സമസ്ത ഇത്തരമൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ വലിയ ഭിന്നത ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഉയരുന്ന എതിർപ്പിന്റെ ഒരു തുടർച്ച തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. അത് കാവ്യവൽക്കരണം വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അത് നടപ്പിലാക്കുകയാണെങ്കിൽ ഫണ്ട് മാത്രം വാങ്ങി അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നത് സാധ്യമല്ല. ആ കാവ്യവൽക്കരണത്തിൽ നിന്നുകൊടുക്കലാകും. അത് CPM BJP ബാന്ധവത്തിന് ഉദാഹരണം എന്ന നിലയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായി വരുന്ന അവകാശപ്പെട്ട ഫണ്ട് നഷ്ടപ്പെടുന്നു എന്ന വലിയ ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സാമ്പത്തികമായി എല്ലാ വിധത്തിലും കേരളത്തെ ചുരുക്കാനുള്ള പദ്ധതികൾ കേന്ദ്രം ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ തുടർന്നു വന്നിട്ടുള്ള മേന്മ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു ഘടകമായി മാറും. അതിനെ മറികടക്കുക എന്നതാണ് സർക്കാർ ഇതിൽ ഒപ്പിട്ടുകൊണ്ട്, എന്നാൽ ഈ മറ്റ് കാര്യങ്ങളിൽ രാഷ്ട്രീയമായി ഇതിനെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രമിക്കുന്നത്. പക്ഷേ CPI തന്നെ അതിനെതിരെ, ഘടകകക്ഷിയായ CPI തന്നെ രംഗത്ത് വരികയും എങ്ങനെയാണോ 3 വർഷം മുൻപ് വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയത്, സമാനമായ നിലയിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ആ വിമർശനം ഉയരുകയും ചെയ്യുന്ന ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. എങ്ങനെ ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്നത്. വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകണം എന്നത് വളരെ അനിവാര്യമായി വരുമ്പോൾ CPI ഇനി പിന്മാറുമോ? പക്ഷേ ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങൾ അത്തരം സൂചന നൽകുന്നതല്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും വിട്ടുനിൽക്കേണ്ടി വരുമോ? ഇനി തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ PM ശ്രീയിൽ അംഗമായിക്കൊണ്ട് കാവ്യവൽക്കരണത്തിന് വഴിവെച്ചു എന്ന ഒരു ആക്ഷേപം കേൾക്കാൻ ഈ ഘട്ടത്തിൽ നിന്നു കൊടുക്കണമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. എന്തായാലും സർക്കാർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അക്കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി കേരളവും തമിഴ്നാടും ബംഗാളും മാത്രമാണ് ഇതിൽ വിട്ടുനിൽക്കുന്നത്. എത്ര നാൾ കേരളത്തിന് ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനാകും എന്നതാണ് ഉയരുന്ന ചോദ്യം.